ശർക്കരയൊക്കെ ഊറ്റിയൊക്കെ വീത്തി അടയൊക്കെ വേവിച്ച് മാറ്റി വെച്ചിരുന്നു. ചൗരി ഇവിടുത്തെ ചൗരി ചെറുതാണ്. അതേ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ വീത്തിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അടപ്പായസം എനിക്ക് നന്നായിട്ട് വെക്കാൻ അറിഞ്ഞൂടാ. എന്നാലും ഞാൻ എന്തായാലും വെച്ച് നോക്കട്ടെ. വെച്ച് കുടിച്ചതിന് ശേഷം പറയാം. പിന്നെ ഇതിൽ ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അതായത് എനിക്ക് നാട്ടിൽ നിന്ന് മെഡിക്കൽ കഴിഞ്ഞാണ്, ഞാൻ ചെന്നൈയിലാണ് മെഡിക്കൽ എടുത്തത്. അവിടെ നിന്ന് മെഡിക്കൽ കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഐഡിയ അടിക്കാൻ നോക്കിയപ്പോൾ മെഡിക്കൽ കാണിക്കണം. അങ്ങനെ ഇവിടുത്തെ മെഡിക്കൽ സെൻറ്ററിൽ പോയി മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കൊച്ചും, അത് ഞങ്ങൾ ട്രിവാൻഡ്രംകാർ തന്നെയാണ്. അങ്ങനെ അവരെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അവരിങ്ങോട്ട് വന്നിരുന്നു. 2 കല്യാണം കഴിഞ്ഞ കൊച്ചുക്കൾ. അവർ നല്ല സ്നേഹമാണ്. അപ്പോൾ അവരിന്ന് ഇങ്ങോട്ട് വിളിച്ചു വൈകിട്ട്. അപ്പോൾ അവർ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ കടപ്പായസം കുടിക്കണമെന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ട് സമയം കിട്ടുന്നില്ല എനിക്ക് വയ്ക്കാൻ. അങ്ങനെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് വെക്കാനായിട്ട് ഇറങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവൾ വായും കഴിക്കത്തില്ല, ഇവളിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കും. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ അവർ വെറുതെ പോകത്തുള്ളൂ. അമ്മ അതിന് സംസാരം. അപ്പം നമ്മളെ നാട്ടിലത്തെ പോലെ തേങ്ങ തിരുവി പിഴിയാനൊന്നും എനിക്ക് വയ്യ. തേങ്ങ തിരുവണ മെഷീനില്ലാതെ നമ്മളെ ചിരവയൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് തോരനും ചമ്മന്തിക്കും മീൻകറിക്കൊക്കെ തിരുവിയെടുക്കും. കൂടുതലും എനിക്ക് തിരുവി തരണ ഇക്കായാണ്. അതിൽ അതായത് ഇവിടെയൊക്കെ നമ്മളെ സെറ്റപ്പുകളല്ലേ ഇവിടെ. ചെറിയൊരു കിച്ചണൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ കിച്ചണുകൾ. ഇങ്ങനെയൊക്കെയാണ്. അതിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വെക്കുന്നത്. അപ്പം പല റൂമുകളൊക്കെ ആകുമ്പോൾ പല മോഡൽ ഗ്യാസ് കിച്ചണ് അങ്ങനെയൊക്കെ ആവും. അപ്പം എൻ്റെ അടപ്പായസം ഇങ്ങനെ പുതിയ ചരുവമാണ്. പായസം വയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങി വെച്ചൊരു ചരുവമാണ്. അപ്പോൾ ഇന്ന് ആ ചരുവത്തിൻ്റെ ഉദ്ഘാടനവുമാണ്. അതുപോലെ എൻ്റെ അടപ്പായസം ശരിയാവുമെന്ന് അറിയത്തില്ല. ശരിയാവുമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അടപ്പായസം വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ചെറിയൊരു വീഡിയോ എടുത്ത് തരാം. ഓക്കെ.